പെരിന്തൽമണ്ണയിലെ ട്രെൻഡിങ് ആയിട്ട് എന്താന്ന് പറഞ്ഞാൽ കണ്ണൂർ കല്ലുമ്മക്കായാണ്. ഷോപ്പ് ഓപ്പൺ ചെയ്യണ മുമ്പ് തന്നെ ആൾക്കാർ വന്ന് അവിടെ വരിക്കുകയാണ്. ഇപ്പോൾ കേട്ടില്ലേ, ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് കണ്ണൂർ കല്ലുമ്മക്കായാണ് കളിക്കുന്നത്. അപ്പോൾ നമ്മളിന്ന് പെരിന്തൽമണ്ണയ്ക്ക് ഇതൊന്ന് കിട്ടു നോക്കാൻ വേണ്ടി പോവുകയാണ്. ഇപ്പോൾ നമ്മൾ ആനക്കയത്താണുള്ളത്. അപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ പെരിന്തൽമണ്ണയ്ക്ക്. നമ്മൾ കഴിഞ്ഞ വരവിലും അതിൻ്റെ മുന്നത്തെ വരവിലൊക്കെ ഈ ഒരു സംഭവം ഇങ്ങനെ റീൽസിൽ കാണലുണ്ടായി കണ്ണൂർ. പക്ഷേ കണ്ണൂർക്ക് നമുക്ക് ടു ലോങ് ആണ്. എന്താ പറയുക, ഇത്രയേര് പോയി കഴിച്ചിട്ട് മൂഞ്ചിണ്ടെങ്കിൽ പിന്നെ പറയണ്ടല്ലോ. അപ്പോൾ അത് മേടിച്ചിട്ട് നമ്മൾ പോയിട്ടില്ല. ഇൻഷാ അല്ലാഹ് ഇന്ന് പോകാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ പെരിന്തൽമണ്ണയിൽ എത്തിയിട്ട് നമ്മൾ നേരത്തെ അവിടെ പോയിക്കാനുള്ള പ്ലാനാണ്. ഫസ്റ്റ് നമുക്ക് കിട്ടണം. ഇന്നത്തെ ഫസ്റ്റ് ഓർഡർ നമ്മളാണ്. ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്ന് അത് കഴിച്ചിട്ട് തന്നെ ഉള്ളൂ. നമുക്ക് പെരിന്തൽമണ്ണയിൽ എത്തിയിട്ട് കാണുന്നു ഗൈസ്. അപ്പോൾ നമ്മൾ അങ്ങാടിപ്പുറം ബ്ലോക്ക് കുടുങ്ങിയിട്ടാണ്. ഒരു രക്ഷയില്ലാത്ത ബ്ലോക്കാണ്, ആകെ ബ്ലോക്ക്. നമുക്ക് വിഷ്വൽസ് ഇവിടെ നിന്ന് അങ്ങനെ നിൽക്കുന്നുണ്ട് വണ്ടിയുടെ. ഒരു രക്ഷയില്ല, കുറേ നേരമായി ഈ നിർത്തം നിൽക്കണേ. എന്തെങ്കിലും ഒരു നീക്ക് പോക്ക് ആവോ. ഏതായാലും നമുക്ക് ടൈമുണ്ട്, നമ്മൾ കുറച്ച് നേരത്തെ തന്നെയാണ്, അതുകൊണ്ട് പ്രശ്നമില്ല. ഗൈസ്, അപ്പോൾ നമ്മൾ കറക്റ്റ് സ്പോട്ടിലെത്തിയാണ്. നമ്മളെ PTM കഫേ ഇവിടെയാണ്, ഈ ഭാഗത്ത് എന്നേരം ഓപ്പോസിറ്റ് തന്നെയാണ്. കറക്റ്റ് സ്പോട്ടാണ്. ശരി, നമ്മൾ വന്ന് ഇപ്പോൾ സമയം ഏകദേശം എത്രയായി? സമയം 3:45. ശരി, 4 മണി എന്ന് പറഞ്ഞാൽ കറക്റ്റ് ഷാർപ്പ് ടൈമിന് ഓപ്പൺ ആവാൻ നമുക്ക് നോക്കാം. ഇപ്പോൾ 3:45, 4 മണി ആവുമ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യാണ്. 4 മണിക്കുള്ള വിഷ്വൽസ് കാണാം. ഇപ്പോൾ സമയം 4:01 4:01 ഇവിടെ ആളൊന്നും എത്തിയിട്ടില്ല. ബാക്കിൽ ഒരു വണ്ടി കൂടി വന്ന് പാർക്ക് ചെയ്തിന്, ഫ്രണ്ടിലൊരു വണ്ടിയുണ്ട്. ഇപ്പോഴും നമ്മളെ ഷോപ്പിൽ നിന്ന് ഒരു അനക്കില്ല, ആരും എത്തിയിട്ടുമില്ല ഗൈസ്. അപ്പോൾ ഇത്ര നേരമായിട്ടും നമ്മളെ കല്ലുമ്മക്കായൻ്റെ ഷോപ്പ് തുറന്നിട്ടില്ല. നേരെ 5:12 അപ്പോൾ നേരെ ഓപ്പോസിറ്റ് ഒരു ചേച്ചി മോളും ബൺമസ്ക തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് ആദ്യം ഉള്ളതാണോ അറിയില്ല. ഞാൻ അപ്പോൾ ഇവിടെ വന്നിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കണേ. അപ്പോൾ ഇങ്ങനെ ഒരു ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അവിടെ പോയിട്ടൊരു ബൺമസ്കിയും ഒരു റാൻഡിയും കുടിച്ച് അടിപൊളിയാണ്, കുഴപ്പമില്ല, സെറ്റാണ്. അപ്പോൾ ഇവിടെ വന്ന് വെയിറ്റ് ചെയ്യുന്നവർക്കൊക്കെ ഇതും കൂടി ഒന്ന് ട്രൈ ആവുന്നതാണ്. പിന്നെ PTM കഫേയിൽ എന്തൊക്കെയുള്ളതെന്നുള്ളത് നമുക്കറിയില്ല, നമ്മളതിൽ കയറിയിട്ടില്ല. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ നിലവിലെ കണ്ടീഷൻ. 5:11 12 ആയി, ഇനി വന്നിട്ടില്ല. കല്ലുമ്മക്കായ്ക്ക് സ്റ്റിൽ വെയിറ്റിംഗ് ആണ്. അങ്ങനെ സാധനം എത്തിയിട്ടുണ്ട്, കട ഓപ്പണായി, സാധനം എത്തി. നമ്മൾ 20 ഓർഡർ കൊടുത്തിന്. 10 നമ്മൾ പാഴ്സലും 10 നമുക്ക് കഴിക്കാനും. ആദ്യം ഫ്രൈ മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു, ബാക്കിയൊക്കെ ആണെങ്കിൽ ടൈം എടുക്കുമെന്ന് പറഞ്ഞു. നമ്മളിപ്പോൾ ഓൾറെഡി ലേറ്റാണ്, നമുക്ക് നല്ല ലേറ്റായി. ഇപ്പം കട ഏകദേശം ഓപ്പണായി വന്നിട്ടുള്ളൂ. ഇപ്പോഴും പൊരിയും പരിപാടിയൊന്നും തുടങ്ങിയിട്ടില്ല. അപ്പം ഇങ്ങനെ സ്റ്റാർട്ടിങ്ങിലുള്ള ഒരു ഒരുക്കത്തിലാണ് അവർ സാധനങ്ങളൊക്കെ ഇറക്കുന്നത്. കല്ലുമ്മക്കായ നിറച്ചതൊക്കെ എടുത്ത് വെക്കുന്നുണ്ട്. അതാണ് കല്ലുമ്മക്കായ നിറച്ചത്, അതാണ് ഫസ്റ്റ് ഉണ്ടാവുക എന്ന് പറഞ്ഞത്. അത് ഫ്രൈ ചെയ്യണതാണ് ഫസ്റ്റ് ഉണ്ടാവുക എന്ന് പറഞ്ഞത്. അപ്പോൾ സമയം ഇപ്പം എത്രയാണെന്ന് ഞാൻ കാണിച്ചു തരാം. സമയം 5:26 കേട്ടോ. 5:26 ഈ ഒരു കണ്ടീഷനിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഒരു 5:30 ശേഷത്തേക്ക് എല്ലാവരും പ്രതീക്ഷിച്ചാൽ മതി. 5:15 ആ ടൈമൊക്കെ ആകുമ്പോഴത്തേന് വന്നാൽ മതി. തിരക്കുണ്ടെന്ന് കരുതിയിട്ട് വരണമല്ലോ കേട്ടോ. അല്ലെങ്കിൽ കുറച്ച് നേരം വെയിറ്റ് ചെയ്തൊക്കെ കിട്ടുമെന്നാണ് തോന്നുന്നത്. ഏകദേശം ആൾക്കാർക്ക് 4 മണിക്ക് തന്നെ മറ്റേ വ്ളോഗൊക്കെ കണ്ട് വന്നാണ്ട് 4 മണിക്ക് വന്ന് 5 മണിയാകുമ്പോൾ അടച്ചിട്ട് പോകുന്നുണ്ട്. നമ്മൾ പിന്നെ കഴിച്ചിട്ടേ പോവുള്ളൂ, മുന്നോട്ട് വെച്ച കാര്യം മുന്നോട്ട് എന്നുള്ള ആ ഒരു ലെവൽ പിടിച്ചുകൊണ്ട് മാഷാ അല്ലാഹ് കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണിപ്പോൾ. നമ്മൾ ഓർഡറൊക്കെ കൊടുത്തിന്. ഫസ്റ്റ് ഓർഡർ നമ്മളതാണെന്ന് തുടങ്ങിയിട്ടുണ്ട്. മുക്കാലായപ്പത്തിന് ആകെ തിരക്കാട്ടോ. 5:45 5:50 ആ ഒരു ടൈമാണ് ഇപ്പോൾ. അങ്ങനെ ഫൈനലി നമുക്ക് കിട്ടിയിട്ടോ കല്ലുമ്മക്കായ്. നല്ല തിരക്കാണ്. നമ്മൾ ഫസ്റ്റിന് വന്നുകൊണ്ട് നമുക്ക് 2 വാങ്ങിയിട്ട് 10 വരെയൊക്കെ വാങ്ങി 10 നമ്മൾ കഴിച്ചു നോക്കി. അപ്പോൾ നമ്മളെ കല്ലുമ്മക്കായ് കിട്ടി നമുക്ക്.
നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഓ നല്ല ചൂടാതോ. കുഴപ്പമില്ല, വെയിറ്റ് ചെയ്തതിന് മാത്രമുള്ളത് അങ്ങനെ പറയാൻ പറ്റില്ല, എന്നാലും അടിപൊളി. നല്ല ചൂടുണ്ടാവും. അത് നമ്മളെ കല്ലുമ്മക്കായി. അപ്പം നമ്മളിങ്ങനെ കല്ലുമ്മക്കായി കഴിച്ച് പോകാണ്ടിരിക്കണം. ഓക്കെ ആണ് സംഗതി, കുഴപ്പമൊന്നുമില്ല. ആദ്യത്തെ നല്ല ചൂടുള്ളതുകൊണ്ടാണ് ആവുക. യഥാർത്ഥ ടേസ്റ്റ് അറിയാൻ പറ്റില്ല. ഓക്കെയാണ്, കുഴപ്പമില്ല. കണ്ണൂരുള്ള ഒരാൾ പറ്റാൻ ഇവിടെ ഒന്ന് കഴിച്ചു നോക്കണം. നിങ്ങൾ ഉള്ളിലാണ് യഥാർത്ഥ ടേസ്റ്റാണോ അവിടെ ഇവിടെ എന്നുള്ള അറിയാം. പിന്നെ ഇവർക്ക് സീക്രട്ട് മസാലകളൊന്നും ഇല്ല എന്നാണ് തോന്നുന്നത്. കാരണം ഇതിൽ മസാല കൂട്ടുന്നൊക്കെ നമ്മുടെ മുന്നിൽ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും ഇതിന് മസാല എന്താ കാര്യങ്ങളൊക്കെ. പിന്നെ പല രീതിയിൽ അവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. കല്ലുമ്മക്കായ ഒറ്റക്കായിട്ട് കൊടുക്കുന്നുണ്ട്, റോസ്റ്റായിട്ട് കൊടുക്കുന്നുണ്ട്. റോസ്റ്റിന് കുറച്ച് സമയം എടുക്കുന്ന പറഞ്ഞത്. റോസ്റ്റാണ് ഇപ്പോൾ ട്രെൻഡിങ് എന്നാണ് എല്ലാവരും വീഡിയോയിൽ പറഞ്ഞിന്. അപ്പം നമ്മൾ അതിന് നിന്നിട്ടില്ല, നമ്മൾ കുറച്ച് ലേറ്റായി പോയി. കാത്തുനിന്ന് ഇപ്പം അതിനും കൂടിയും കാത്തുനിന്നാൽ നല്ല ലേറ്റ് ആവും. അപ്പോൾ ഇതുകൊണ്ടാണ് അഡ്ജസ്റ്റ് ചെയ്ത്. പക്ഷെ കിട്ടിയ മുതൽ അടിപൊളിയാ, കുഴപ്പമില്ല. അപ്പം ഇതാണ് കല്ലുമ്മക്കായൻ്റെ യഥാർത്ഥ എന്താ പറയുക റിവ്യൂ. നിങ്ങൾക്ക് എന്തെങ്കിലും പറയണ്ട നമുക്കറിയില്ല. ഇത് പെരിന്തൽമണ്ണയുള്ള ആൾക്കാർ അതേപോലെ മറ്റു സ്ഥലത്തു നിന്നൊക്കെ വന്ന് കഴിച്ചവരുണ്ട് എന്നുണ്ടെങ്കിൽ അടിയിൽ കമൻറ്റ് ചെയ്തിട്ട് എന്താ അഭിപ്രായം എന്നുള്ളത് പറയാം. പിന്നെ വ്ളോഗേഴ്സ് എല്ലാവരും 4 മണി എന്ന് പറഞ്ഞിട്ട് എന്താ പറയുക, എല്ലാവരും 4 മണിക്ക് വന്നിട്ട് 5 മണി വരെ നിൽക്കും. 5 മണിയായിട്ട് വരാത്ത കാണുമ്പോൾ ഇന്നില്ലായിരുന്നിട്ട് പോകും. കാരണം യാതൊരുവിധ കോൺടാക്ട് നമ്പറോ കാര്യങ്ങളോ ഒന്നും അവിടെ ഇല്ല. നമ്മൾ ചോദിച്ചപ്പം ഒരു പറഞ്ഞ് സാധാരണ 5 മണിക്ക് തുറക്കില്ല, 4 മണിക്ക് തുറക്കില്ല, 5:30ക്കാണ് തുറക്കലാണ്. കാരണം ഒരു ദിവസം ലേറ്റായി, പിന്നെ അങ്ങനെ ലേറ്റായി അങ്ങനെ 5:30ക്കാണ് ഷെഡ്യൂൾ ചെയ്തെന്ന് പറഞ്ഞു. ഇപ്പോൾ ഏതായാലും റമദാനൊക്കെ വരുന്നത്, അപ്പോൾ മിക്കവാറും 5:30 തന്നെ കണ്ടിന്യൂ ആവുമായിരിക്കും. 5:30 അല്ല, സോറി, റമദാന് നോമ്പ് തുറന്നതിന് ശേഷം ഒക്കെ ആയിരിക്കും. അപ്പം ഇങ്ങനെയാണ് ഇന്നത്തെ വീഡിയോ ഉള്ളത്. അപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരും ഇൻഷാ അല്ലാഹ്. അതിലേക്കും ബൈ.